മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ മേക്ക് അമേരിക്ക വീക്ക് അഗെയിൻ എന്നുള്ള ഒരു ഫലമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപിനെതിരെ വലിയ പ്രൊട്ടസ്റ്റുകളൊക്കെ മില്യൺ കണക്കിന് ആളുകൾ അമേരിക്കയുടെ വിവിധ തെരുവുകളിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നു. ഇയാളെ പിടിച്ച് പുറത്താക്കണം, നിങ്ങളൊരു രാജാവല്ല പ്രസിഡന്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ട്രംപ് ഒരു രാജാവിനെ പോലെ, ഒരു ഏകാധിപതിയെ പോലെ തന്നെയാണ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം പാളിയത് ഇറാന്റെ കാര്യത്തിലാണ് എന്ന് മനസ്സിലാവും. കാരണം ആളുകൾ എല്ലാ ദിവസവും ഇറാൻ യുദ്ധത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും അറിയുമ്പോഴും ഇതിന്റെ മൊത്തത്തിലുള്ളൊരു ചിത്രം മനസ്സിലാക്കുന്നില്ല. ട്രംപ് കഴിഞ്ഞിടയ്ക്ക് പ്രധാനമായി ചെയ്തൊരു കാര്യം എന്താണ്? ഒരു സിംഗിൾ മിലിറ്ററി സ്ട്രൈക്കിലൂടെ വെനസ്വേല എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ റിസർവ് ഉള്ള ഒരു രാജ്യത്തെ സ്വന്തം കൈകൾക്കുള്ളിലാക്കി മാറ്റി. അതൊരു ചെറിയ കാര്യമല്ല. അത് ട്രംപിന് നൽകിയ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. വെനസ്വേലയെ ഞങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് കൺട്രോളിലാക്കി എങ്കിൽ ഇനിയിപ്പോൾ ഇറാനെ ഒരാഴ്ച കൂടി പോയാൽ അതിനുള്ളിൽ ഇറാൻ്റെ കാര്യം അങ്ങ് തീരുമാനമാക്കണം. അതിനുശേഷം തൊട്ട് മൂക്കിൻ തുമ്പത്ത് ക്യൂബ എന്ന് പറയുന്ന രാജ്യമുണ്ട്, ക്യൂബയും കൂടെ പിടിക്കണം. അതിനിടയിൽ കാനഡയെ നല്ല രീതിയിൽ വെറുപ്പിച്ചു. കാനഡയെ അമേരിക്കയുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കും. അതുപോലെ ഡെൻമാർക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഗ്രീൻലാൻഡ് അത് അമേരിക്കയുടേതാകണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ അമേരിക്ക റഷ്യയെക്കാളും വിസ്തീർണമുള്ള ലാൻഡ് ഏരിയയിൽ അങ്ങനെ ഒരു രാജ്യമാക്കി മാറ്റണം എന്നുള്ളൊരു വിശാലമായ, പഴയ ഏകാധിപതികളൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തയായിരുന്നു ട്രംപിനുണ്ടായിരുന്നത് എന്ന് കാണാം. എന്നാൽ ഈ ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ നാറ്റോയിലെ മറ്റു രാജ്യങ്ങളെ ഉൾപ്പെടെ യൂറോപ്പിലെ പ്രധാന രാജ്യങ്ങളെ ഒക്കെ വെറുപ്പിക്കുന്നു. കാനഡ പോലും ചൈനയുമായിട്ട് പല കോൺട്രാക്റ്റുകളും ഒക്കെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ട്രംപ് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് വെനസ്വേലയ്ക്ക് ശേഷം നേരെ ഇറാന്റെ അടുത്തേക്കാണ് പോയത്. എന്നാൽ അവിടെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ കണക്കുകൂട്ടലുകൾ ആകെ പിഴച്ചത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ട്രംപ് എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് നശിക്കാൻ പോവുകയാണ് എന്ന് പോലും തോന്നിപ്പോവുകയാണ്. കാരണം നിലവിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ക്യൂബ എന്ന് പറയുന്നത്. ഏകദേശം 1 കോടിയൊക്കെ പോപ്പുലേഷനുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഇന്ന് ലോകത്ത് വളരെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളേ ഉള്ളൂ. നോർത്ത് കൊറിയയുണ്ട്, ലാവോസ് ഉണ്ട്, ക്യൂബയുണ്ട്, അതുപോലെ വിയറ്റ്നാമും ചൈനയും ഉണ്ട്. യഥാർത്ഥത്തിൽ ദൂരെ കിടക്കുന്ന ഇറാനേക്കാളും വേഗം പിടിച്ചെടുക്കാനായിട്ട് ട്രംപിന് ആഗ്രഹം ഉണ്ടായിരുന്നത് ഈ തൊട്ടടുത്ത് കിടക്കുന്ന ക്യൂബയാണ്. കാരണം അവിടെ ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയെ തെല്ലൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത്. യുദ്ധത്തിന്റെ ആഘാതം നിരവധി ആളുകളെ സാമ്പത്തികമായും ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നിരന്തരം അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാം. അങ്ങനെയുള്ളവർക്കായി ഒരു അമേസിംഗ് ആപ്പ് പരിചയപ്പെടുത്തുകയാണ് മാർക്കറ്റ് വൂൾഫ്. ഇന്ത്യയിൽ അതിവേഗം വളരുന്ന സെബിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണിത്. ഇവിടെ വിപണി ഉയർന്നാലും താഴ്ന്നാലും ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനം നേടാമെന്ന് വ്യക്തിപരമായി നിങ്ങളെ സഹായിക്കുന്ന സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റുകളുടെ, എക്സ്പേർട്ടുകളുടെ ഒരു വിദഗ്ധ സംഘവും അവർക്കുണ്ട്. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ പിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. ഞാൻ ഫോളോ ട്രെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഒരൊറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുന്ന മാർക്കറ്റിൽ സംഭവിക്കുന്ന ലാഭകരമായ ട്രേഡുകൾ ഇത് കാണിച്ചു തരുന്നു. ഇവിടെ നിങ്ങൾക്ക് ചെറിയ തുകകൾ ഉപയോഗിച്ച് പോലും ട്രേഡ് ചെയ്യാം. മറ്റു പല ആപ്ലിക്കേഷനുകളിലും ഒക്കെ ഇതിന്റെ 3 ഇരട്ടി പണമൊക്കെ ആവശ്യമായിട്ട് വരാറുണ്ട്. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഇൻബിൽറ്റ് സ്മാർട്ട് സ്റ്റോപ്പ് ലോസ് ഫീച്ചറും ഇവിടെയുണ്ട്. നിങ്ങളുടെ നഷ്ടം ഒരു നിശ്ചിത ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ട്രേഡിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോപ്പ് ആകുന്നു. അങ്ങനെ വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു. ഇവരുടെ ബ്രോക്കറേജ് ഫീസും ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. ഇവിടെ നോക്കുക, ട്രെൻഡിനൊപ്പം ലാഭം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്തു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് 1306 രൂപ ലാഭം ബുക്ക് ചെയ്യാൻ സാധിച്ചു. വെറും 99 രൂപയുടെ 1 ടൈം ലൈഫ് ടൈം ഫീ നൽകിയാൽ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കമ്മോഡിറ്റീസും ട്രേഡ് ചെയ്യാം. ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയവയെല്ലാം രാവിലെ 9 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ നിങ്ങൾക്ക് ഇവിടെ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. മാർക്കറ്റ് വോൾഫ് നിങ്ങൾക്ക് ഫ്രീ ട്രേഡ് റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട്. ഇത് നോക്കുക, ആളുകൾ ഒരു ദിവസം കൊണ്ട് 11,850 രൂപ, ഒരു മാസത്തിൽ 70,468 രൂപ, ഒരു വർഷത്തിൽ 5,03,940 രൂപ എന്നിങ്ങനെ ലാഭം ബുക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ലാഭത്തിനൊന്നും മാർക്കറ്റ് വോൾഫ് ഒരുവിധ കമ്മീഷനും ഈടാക്കുന്നില്ല. മാർക്കറ്റ് വോൾഫിന് ഇതിനകം 20 ലക്ഷത്തിലധികം, 2 മില്യണിലധികം ഡൗൺലോഡ്സ് ആണ് ഉള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റ് വോൾഫ് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അമേരിക്ക ലോകത്തുള്ള എല്ലായിടത്തും ചെന്ന് ഇടപെടുന്നുണ്ട്. എന്നാൽ അമേരിക്കയ്ക്ക് അടുത്തുള്ള രാജ്യത്ത് ഈ ചൈനയോ റഷ്യയോ ഒന്നും ഇടപെടുന്നത് അമേരിക്കയെ വല്ലാതെ പേടിപ്പെടുത്തുന്ന കാര്യമാണ്. വെനസ്വേലയെ പിടിച്ചെടുത്തപ്പോൾ ട്രംപ് ഉദ്ദേശിച്ച
നമ്മളധികം ചർച്ച ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. വെനസ്വേലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരുന്നത് ചൈനയാണ്. ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ റിസർവ് വെനസ്വേലയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രൊഡക്ഷൻ വളരെ അധികം ഒന്നുമില്ല. പക്ഷേ ചൈനയുടെ വലിയ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ വെനസ്വേലയിൽ ഉണ്ടായിരുന്നു. അത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് തടയാൻ ട്രംപിന് കഴിഞ്ഞു. മറ്റൊന്ന്, ഇറാനെ ആക്രമിച്ചപ്പോൾ ആണെങ്കിലും ഇറാനിൽ നിന്ന് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരുന്നതും ചൈന തന്നെയാണ്. അങ്ങനെ ചൈനയ്ക്കിട്ട് വീണ്ടും ഒരു പണി കൊടുക്കാൻ പറ്റുമെന്ന് ട്രംപ് കണക്ക് കൂട്ടി. പക്ഷെ ആ പണി ഒരു 8ന്റെ പണിയായിട്ട് തിരിച്ചടിക്കുമെന്നുള്ളത് ട്രംപ് ഒരിക്കലും കണക്ക് കൂട്ടിയില്ല. നേരെ മറിച്ച് ചൈന ഇപ്പോഴും വലിയ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. താൻ കുഴിച്ച കുഴിയിൽ വീണത് ട്രംപ് തന്നെയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ഈ ക്യൂബ എന്ന് പറയുന്ന രാജ്യം ഭൂരിഭാഗം ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നത് വെനസ്വേലയിൽ നിന്നാണ്. വെനസ്വേല അമേരിക്കൻ കൺട്രോളിലായപ്പോൾ ക്യൂബയ്ക്ക് ഇനി ക്രൂഡ് ഓയിൽ കൊടുക്കുന്നില്ല വെനസ്വേലയിൽ നിന്ന് എന്നങ്ങ് തീരുമാനിച്ചു. ക്യൂബയുടെ അടുത്ത് കിടക്കുന്ന അമേരിക്കയുടെ നെയ്ബർ ആയിട്ടുള്ള മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യവും ക്രൂഡ് ഓയിൽ കൊടുക്കാൻ റെഡിയായിരുന്നു. പക്ഷെ ട്രംപ് പറഞ്ഞു ക്യൂബയ്ക്ക് ഓയിൽ കൊടുത്താലും വിവരം അറിയും. അങ്ങനെ ക്യൂബ എന്ന് പറയുന്ന 1 കോടിയോളം പോപ്പുലേഷനുള്ള ആ ഒരു രാജ്യത്ത് അനേകം ആഴ്ചകളായിട്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. 1 കോടി ആളുകൾ ഇരുട്ടിലാണ്. എല്ലാ ദിവസവും ഏതാനും മണിക്കൂറുകളൊക്കെ മാത്രമേ അവിടെ ഇലക്ട്രിസിറ്റി ഉള്ളൂ. രാത്രിയിൽ ആ രാജ്യം മുഴുവൻ ഇരുട്ടിലാണ്. ആശുപത്രികളിൽ ഇലക്ട്രിസിറ്റി ഇല്ല. നവജാത ശിശുക്കൾ പോലും ആശുപത്രികളിൽ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് വലിയ അപകടത്തിലേക്ക് പോകുന്നു. ഇതെല്ലാം ട്രംപിന്റെ ഒരു ഒറ്റ പിടിവാശിയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ റഷ്യ ക്യൂബയിലേക്ക് ക്രൂഡ് ഓയിലും കയറ്റി കപ്പൽ അയക്കുകയാണ്. വെറുതെ അല്ല, അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടി റഷ്യയുടെ നേവി ഷിപ്പുകളും കൂടെ ഉണ്ടായിരുന്നു. ക്യൂബയ്ക്ക് ചുറ്റും അമേരിക്കയുടെ പല ഷിപ്പുകളും ഒക്കെ അവർ വിന്യസിച്ചിട്ടുണ്ട്. ക്യൂബയെ പിടിക്കാൻ തന്നെയായിരുന്നു ട്രംപിന്റെ ഉദ്ദേശം. ഇറാൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് അമേരിക്കൻ ഇടപെടലിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ക്രൂഡ് ഓയിൽ ഇല്ല, അതുകൊണ്ട് കറണ്ട് ഇല്ല. അതായത് തെർമൽ പവർ പ്ലാന്റുകളിൽ ഫോസിൽ ഫ്യൂവൽസ് കത്തിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ടാണ് ക്യൂബയിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വാഹനങ്ങൾക്ക് അടിക്കാൻ പെട്രോൾ ഇല്ല, ഡീസൽ ഇല്ല എന്ന് പറയുന്നത് പോലെ മാത്രമല്ല, ഇലക്ട്രിസിറ്റി പോലും ഉണ്ടാകില്ല. ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയൊക്കെ പലരും ഓർക്കുന്നുണ്ടാവും. 1962 മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിയ ഒരു സംഭവം. ഏകദേശം അതിന് തുല്യമായൊരു കാര്യമാണ് ഈ കഴിഞ്ഞിടയ്ക്ക് നടന്നത്. റഷ്യയുടെ ഈ ഓയിൽ ടാങ്കറെ അമേരിക്ക തടയുകയോ ആക്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കളിയാകെ മാറും. ഇവിടെയാണ് ട്രംപിന് ഈ പറയുന്ന ധൈര്യമൊന്നും ഇല്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്യൂബയ്ക്ക് പെട്രോളും ഡീസലും ഒന്നും ഇല്ലെങ്കിൽ അത് ഏത് രാജ്യം കൊടുത്താലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, റഷ്യ എങ്കിൽ റഷ്യ എന്നും പറഞ്ഞ് കൈ കഴുകുകയാണ്, ഒരു ഉളുപ്പുമില്ലാതെ. യഥാർത്ഥത്തിൽ മെക്സിക്കോട് കൊടുക്കരുതെന്ന് പറഞ്ഞു. വേറെ ഒരു രാജ്യവും അങ്ങോട്ട് ക്രൂഡ് ഓയിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തെ പോലും ക്യൂബയ്ക്ക് ചുറ്റും നിർത്തിയിട്ട് റഷ്യയുടെ ഓയിൽ ടാങ്കർ പട്ടാളത്തെയും കൂട്ടി വന്നപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, എന്താണെന്ന് ആയിക്കോളൂ എന്നുള്ളൊരു മട്ടിലാണ് ട്രംപ് മറുപടി പറഞ്ഞത്. നാണം കെട്ടു എന്നുള്ളതാണ്. അതായത് ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും കിടന്ന് നാണം കിടന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ കാര്യം പലരും ഇവിടെ ചർച്ച പോലും ചെയ്യുന്നില്ല. ഇനി ചരക്കുകളും ഒക്കെ ആയിട്ട് ചൈനയുടെ ഷിപ്പുകളും ക്യൂബയിലേക്ക് വരാൻ പോകുന്നുണ്ട്, ഒരുപാടെന്ന് കേൾക്കുന്നു. അതായത് അമേരിക്കയുടെ മൂക്കിൻ തുമ്പത്ത് കിടന്ന് ക്യൂബയിൽ ഇനി റഷ്യയും ചൈനയും കളിക്കാൻ പോവുകയാണ്. അതായത് ഇതേ റഷ്യയുടെയും ചൈനയുടെയും ഇൻഫ്ലുവൻസ് ക്യൂബയിൽ കുറയ്ക്കണം എന്നുള്ള, അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ട്രംപ് ഈ ക്യൂബ പിടിച്ചടക്കാനായിട്ട് ഒരുങ്ങിയത്. എന്നാൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? അമേരിക്ക എന്താണ് അനങ്ങാത്തത്? ഇതൊരു ചെറിയ സംഭവമല്ല. പണ്ട് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയത്ത്, ഈ വേൾഡ് വാർ 2 കഴിഞ്ഞപ്പോൾ അമേരിക്ക പോലെ തന്നെ USSRും ന്യൂക്ലിയർ ബോംബുകൾ വികസിപ്പിച്ചു. അതുപോലെ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ അവരും ഉണ്ടാക്കുന്നു. അമേരിക്ക എന്ത് ചെയ്യുന്നു? സോവിയറ്റ് യൂണിയനിൽ അല്ലെങ്കിൽ മോസ്കോയിലൊക്കെ ചെന്ന് വീഴാൻ പാകത്തിന് ന്യൂക്ലിയർ വാർഹെഡുകളൊക്കെ പിടിപ്പിച്ച മിസൈലുകൾ റഷ്യയിൽ നിന്നും അല്ലെങ്കിൽ USSRിൽ നിന്നും വളരെ അകലെ അല്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ്. അതായത് ഇന്നത്തേതുപോലെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഒന്നും അന്ന് ഇല്ല കാര്യമായിട്ട്. USSRിലേക്ക് ഒരെണ്ണം അമേരിക്കയ്ക്ക് വിടണമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോയി മിസൈൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് വഴി. അങ്ങനെ തുർക്കിയിലും പല സ്ഥലങ്ങളിലും ഒക്കെ അമേരിക്ക ഈ കാര്യം ചെയ്തപ്പോൾ USSRും തിരിച്ചു ചെയ്യാനായിട്ട് തുടങ്ങി. അമേരിക്കയുടെ മൂക്കിൻ തുമ്പത്തുള്ള ക്യൂബയിൽ കൊണ്ടുപോയി മിസൈലുകൾ സ്ഥാപിക്കാനായിട്ടാണ് USSR പോയത്. അങ്ങനെ ക്യൂബയിലേക്ക് ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ ഘടിപ്പിച്ച ബാലിസ്റ്റിക് മിസൈലുകളും വഹിച്ചുകൊണ്ട് കപ്പലുകൾ ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് ക്യൂബയിലെ ന്യൂ ഓർലിയൻസിൽ നമ്മുടെ തകഴി ശിവശങ്കരപിള്ളയുണ്ട് ഈ സമയം നടക്കുമ്പോൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരു ഡയറിയിൽ എഴുതി വെച്ചതൊക്കെ പിന്നീട് പുസ്തകങ്ങളിലൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡിയാണ്. കെന്നഡി പറയുന്നു, സമുദ്രത്തിലെ ഒരു രേഖ പരാമർശിച്ചിട്ട് പറയുന്നു, ഈ ഒരു സമുദ്രാതിർത്തി കടന്ന് USSRന്റെ ഈ മിസൈലുകളും കൊണ്ട് വരുന്ന ഷിപ്പുകൾ കടക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ കപ്പലുകളെ ആക്രമിക്കും. അതായത് USSRും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടാകും. അതായത് 3ാം ലോക മഹായുദ്ധം. അതായത് ഒരു ആണവ യുദ്ധമായിരിക്കും അത്. അതോടെ തന്നെ ലോകം ഏകദേശം അവസാനിച്ചു പോയേനെ. എന്നാൽ അന്ന് USSRന്റെ പ്രസിഡന്റ് ക്രൂഷ്ചേവ് പറഞ്ഞത്, ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ കപ്പലുകളോട് ദിശ മാറ്റി യാത്ര തുടരാൻ
കൽപ്പിക്കുന്നു എന്നാണ്. അന്ന് അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ പറഞ്ഞത് ക്രൂഷ്ചേവ് മുട്ടുകുത്തി എന്നായിരുന്നു. എന്നാൽ കപ്പലുകളോട് യാത്ര തുടരാനായിരുന്നു USSR പറഞ്ഞിരുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മളൊന്നും ഇവിടെ ഇങ്ങനെ ഉണ്ടാകണമെന്ന് പോലുമില്ല. ലോകഗതി തന്നെ വേറെ രീതിയിൽ, മൂന്നാം ലോക മഹായുദ്ധം അന്ന് തന്നെ സംഭവിച്ചേനെ 1962. അങ്ങനെയുള്ള ഒരു വലിയ ചരിത്ര പശ്ചാത്തലം ഉള്ളപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. ചരിത്രം അറിയാവുന്നവർക്ക് ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതായത് ഓയിലും കൊണ്ട് അമേരിക്കയുടെ എല്ലാ ഉപരോധങ്ങളെയും മറികടന്നുകൊണ്ട് അമേരിക്കൻ മിലിറ്ററി ഉണ്ട് അവിടെ ക്യൂബയ്ക്ക് ചുറ്റുമായിട്ട്. ഇതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ റഷ്യയുടെ സൈനിക അകമ്പടിയോടെ ക്യൂബയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിലും കൊണ്ട് ക്യൂബയിൽ ചെല്ലുകയാണ്. അമേരിക്ക ഒന്നും മിണ്ടുന്നില്ല. അന്ന് ക്രൂഷ്ചേവാണ് മുട്ടുകുത്തിയതെങ്കിൽ ഇന്ന് ട്രംപ് മുട്ടുകുത്തി എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല. ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. ഇപ്പോൾ ഇറാന്റെ കാര്യത്തിലാണെങ്കിലും ഹോർമൂസ് ഇറാൻ നിയന്ത്രിക്കുന്നത് കൊണ്ട് ലോകം മുഴുവൻ ക്രൂഡ് ഓയിലിന്റെ വില കൂടുന്നു, വിലക്കയറ്റം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക, രണ്ടാം ലോക മഹായുദ്ധം പോലും അതിന്റെ എല്ലാം ഗതി മാറ്റിയത് ഇതേ ക്രൂഡ് ഓയിൽ തന്നെയാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം യുദ്ധത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? ജപ്പാൻ പേൾ ഹാർബർ ആക്രമിച്ചതുകൊണ്ടാണ്. അമേരിക്കയുടെ മണ്ണിൽ ഒരിക്കലും രണ്ടാം ലോക മഹായുദ്ധം ഒരിടത്തും നടന്നിട്ടില്ല. അമേരിക്കയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന വിദൂരത്തുള്ള ഒരു പേൾ ഹാർബർ ഐലൻഡിലാണ് ജപ്പാൻ ആക്രമണം നടത്തുന്നത്. ജപ്പാൻ എന്തിനാണ് ആക്രമിച്ചത്? ജപ്പാന് അന്ന് ഭൂരിഭാഗം ക്രൂഡ് ഓയിലും കൊടുത്തിരുന്നത് അമേരിക്കയാണ്. അമേരിക്ക അത് കൊടുക്കുന്നത് നിർത്തി. പകരം അന്നത്തെ ഇന്തോനേഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ അവരെ പിടിച്ചടക്കിയിട്ട് അന്നത് ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് ആണ്. അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ എടുക്കണമെന്നാണ് ജപ്പാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിനിടയ്ക്ക് ഫിലിപ്പൈൻസ് ഉണ്ട്, അവിടെ അമേരിക്കൻ കൺട്രോൾ ഉണ്ട്. അപ്പോൾ അവിടെ അമേരിക്ക ഇടപെടാതിരിക്കാൻ വേണ്ടി, അമേരിക്കയുടെ നാവിക ശക്തി തകർത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ജപ്പാൻ പേൾ ഹാർബർ ആക്രമിക്കുന്നത്. അതായത് ക്രൂഡ് ഓയിലിന് വേണ്ടിയിട്ടുള്ള കളികളാണ്. ക്രൂഡ് ഓയിൽ കിട്ടിയില്ലെങ്കിൽ ജപ്പാൻ അങ്ങ് വളരാനായിട്ട് സാധിക്കില്ല. എന്തിന് ഈ സാക്ഷാൽ ജർമ്മനി പോലും, നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം ഈ ജർമ്മനിക്ക് ഒന്ന് വെയിറ്റ് ചെയ്താൽ പോരായിരുന്നോ? എന്തിനാണ് ചാടിക്കയറി വിന്ററിന് മുൻപേ തന്നെ ആ കുറച്ച് സമയത്തിൽ ഈ സോവിയറ്റ് യൂണിയനെ കയറി ആക്രമിക്കാൻ പോയത്? അല്ലായിരുന്നുവെങ്കിൽ ജർമ്മനി ജയിക്കുമായിരുന്നില്ല എന്നൊക്കെ തോന്നിയേക്കാം. എന്നാൽ ജർമ്മനി എന്തുകൊണ്ടാണ് ഈ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചത്? ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ബ്രിട്ടീഷ് റോയൽ നേവി ഏറ്റവും ശക്തമായ നേവിയാണ്. അവര് ജർമ്മനിക്ക് ക്രൂഡ് ഓയിൽ വരുന്ന വഴികളെല്ലാം തന്നെ അടച്ചു. ഇന്നത്തെ ഗൾഫ് മുതൽ അന്നത്തെ വെനസ്വേല വരെ. പകരം ജർമ്മനി എന്ത് ചെയ്തു? ഈ കൽക്കരി പ്രോസസ് ചെയ്തിട്ട് കോൾ ടു ലിക്വിഡ് കൺവേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അങ്ങനെ പ്രത്യേകതരം പെട്രോളിയം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടാണ് പകരം ഉപയോഗിച്ചത്. എന്നാൽ അതൊക്കെ ഉണ്ടാകുന്ന യൂണിറ്റുകളും ഒക്കെ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇവർക്ക് ക്രൂഡ് ഓയിലിന്റെ ആവശ്യമുണ്ട്. അതാകട്ടെ സോവിയറ്റ് യൂണിയനിൽ, റഷ്യയിലുള്ള കോക്കസസ് ഏരിയയിലൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ലോക ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധം ഓപ്പറേഷൻ ബാർബറോസ എന്നുള്ള പേരിൽ ജർമ്മനി സോവിയറ്റ് യൂണിയനിലേക്ക് കയറുന്നതും. പക്ഷേ ഈ കോക്കസസ് ഏരിയയിലെ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ എണ്ണ പിടിക്കുന്നതിന് മുൻപ് തന്നെ സ്റ്റാലിൻഗ്രാഡിൽ വെച്ചിട്ട് ജർമ്മനിയെ സോവിയറ്റ് യൂണിയൻ തടഞ്ഞു നിർത്തി. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനും ജർമ്മനിയും ഒക്കെ പരാജയപ്പെട്ടു. ഇതിന്റെ ഒക്കെ പുറകിൽ പോലും ക്രൂഡ് ഓയിലിന്റെ പ്രാധാന്യം എന്തായിരുന്നു, ചരിത്രം പോലും തിരിച്ചുവിടുന്നതിൽ ക്രൂഡ് ഓയിലിന്റെ റോൾ എന്തായിരുന്നു എന്നാണ് പറഞ്ഞു തന്നത്. അമേരിക്ക, ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര നാൾ വിവരമെല്ലാം ആരുണ്ട് എന്നുള്ളൊരു ചോദ്യമൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. ഇറാന്റെ മുൻപിൽ സാക്ഷാൽ അമേരിക്കയും ഇസ്രായേലും വെള്ളം കുടിക്കുക തന്നെയാണ്. ഇറാനെ ഇപ്പോൾ അങ്ങ് തീർത്തേക്കാം എന്ന് പറഞ്ഞിറങ്ങിയ ഇസ്രായേലും അമേരിക്കയും കയ്യും കാലുവിട്ട് അടിക്കുന്നത് എല്ലാവരും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കയിൽ ട്രംപിനെതിരെയും ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെയും അവിടുത്തെ ജനങ്ങൾ തന്നെ വലിയ പ്രതിഷേധങ്ങളുമായിട്ട് തെരുവുകളിൽ ഇറങ്ങിയിരിക്കുകയാണ്. ട്രംപിൻ്റെ കാര്യത്തിലാണെങ്കിൽ നീ ഒരു രാജാവൊന്നുമല്ല, പ്രസിഡൻ്റാണ്, ഇവിടെ ഉള്ളത് ഡെമോക്രസിയാണ്, ഇറാനിലെ കരയുദ്ധത്തിന് അമേരിക്കൻ പട്ടാളക്കാരെ അയക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ട്രംപ് എടുക്കുന്ന ഓരോ മണ്ടൻ തീരുമാനങ്ങൾക്ക് വേണ്ടി ജീവൻ കളയാനുള്ളതല്ല നിരപരാധികളായിട്ടുള്ള അമേരിക്കൻ പട്ടാളക്കാരുടെ ജീവൻ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി യുദ്ധം ചെയ്ത് മരിച്ചുകൊള്ളുക, അമേരിക്കയ്ക്ക് ഇതിൽ എന്താണ് കാര്യം? അമേരിക്കൻ പട്ടാളക്കാരുടെ കുടുംബങ്ങളെ വെച്ച് ചൂത് കളിക്കരുത്. മില്യൺ കണക്കിന് അമേരിക്കക്കാരാണ് അമേരിക്കയുടെ പല സിറ്റികളിലും ഇങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നത്. ഇസ്രായേലിലാകട്ടെ പണ്ടുള്ളതുപോലെയല്ല ഇപ്പോഴത്തെ അവസ്ഥ. ഇറാൻ അയക്കുന്ന പലതരം മിസൈലുകളൊക്കെ ഇസ്രായേലിൽ ചെന്ന് വീഴുന്നുണ്ട്. അതിൽ പലതും ഡാൻസിങ് മിസൈൽസ്, അതുപോലെ ക്ലസ്റ്റർ മിസൈൽസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളതാണ്. ഇസ്രായേലിന്റെ അയൺ ഡോം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അടുത്തുനിന്ന് വരുന്ന ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ IC ബീമുകൾ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളെയൊക്കെ ഇറാൻ അയക്കുന്നതൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഡേവിഡ് സ്ലിംഗ്, അതുപോലെ ആരോ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇസ്രായേലിനുള്ളത്. ഇതിനെയും ഒക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് പലതും ഇസ്രായേലിൽ ചെന്ന് വീഴുകയാണ്. ഈ ക്ലസ്റ്റർ മിസൈൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത് അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു 100 ഭാഗങ്ങളായിട്ട് 100 കണക്കിന് വാർഹെഡുകളായിട്ടാണ് ചെന്ന് വീഴുക. അതായത് ഇറാന്റെ ഒരു മിസൈലിനെ അവർക്ക് പൂർണ്ണമായിട്ട് നശിപ്പിക്കണമെങ്കിൽ അപ്പുറത്ത് നിന്ന് 100 കണക്കിന് ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള മിസൈലുകൾ അയക്കണം എന്നുള്ളൊരു ഗതികേട്.
അതുപോലെ ഡാൻസിങ് മിസൈലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ദിശ എപ്പോഴും മാറ്റുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് വലിയ പാടാണ്. ഒരു ബുള്ളറ്റിനേക്കാളും, നമ്മുടെ ബൈക്ക് ബുള്ളറ്റ് അല്ല, ഒരു വെടിയുണ്ടേക്കാളും ഒക്കെ പല മടങ്ങ് സ്പീഡിലാണ് ഈ മിസൈലുകൾ ചെന്ന് വീഴുക. ഇതിനെ കൃത്യമായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നടക്കാത്ത രീതിയിലാണ് ഇറാന്റെ ഈ ഡാൻസിങ് മിസൈൽസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ചെന്ന് വീഴുന്നത്. വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞ മാർക്കറ്റ് വുൾഫിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാർക്കറ്റ് വുൾഫ് ആപ്പ് ഇന്ത്യയിൽ അതിവേഗം വളരുകയാണ്. ഇതിനകം 2 മില്യണിലധികം ഡൗൺലോഡ്സ് കടന്നിരിക്കുന്നു. അതിനാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ട്രേഡിംഗ് യാത്രകൾ ആരംഭിക്കുക. ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ മാർക്കറ്റ് വുൾഫ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.